പക്ഷെ എൻ്റെ മോനെ ഇന്നലത്തെ കളി കണ്ട് ഒത്തിരി ത്രില്ലടിച്ച് അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ സച്ചിൻ ഒരു അടിപൊളി കളി കളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പത്രം വായിക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇന്ന് പത്രം എടുത്ത് സ്പോർട്സ് പേജ് നോക്കിയതാ. ഫുള്ള് ബുംറ. ഓക്കെ, ബിഫോർ സഞ്ജു ദർ വാസ് ബുംറ. ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ന്യൂസ് പേപ്പറിന്റെ സ്പോർട്സ് പേജിൽ നിന്ന് അതിനുശേഷം ബുംറ ഇതിൻ്റെ അകത്ത് ഫുള്ള് ബുംറയുടെ ബോളിങ്ങിനെ കുറിച്ച് ഭയങ്കര ത്രൂ ഔട്ട് ദ എന്താണ് ചക്കയാണ്, മാങ്ങയാണ്, ജാക്ക്പോട്ടാണ് ബുംറ കുറവാണ്. ബുംറയ്ക്ക് കളിയില്ലെന്നും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിലവിലുള്ള ഇന്ത്യൻ ടീമിലെ പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ ദിസ് ഈസ് ഇൻജസ്റ്റിസ് സഞ്ജു. ഓക്കെ, ബുംറ നീഡ് ടു ടേക്ക് ഓൺ ഹിറ്റ് മേയർ. അതിനുശേഷം സാംസണെ സഞ്ജുവിനെ കുറിച്ച് പറയാൻ നോക്ക്. ഇതാണ് സഞ്ജുവിൻ്റെ പൊഷൻ. അത് ഫുള്ള് പുള്ളി ഡക്കായതും പുള്ളിയുടെ ഔട്ടായതും ഹെഡിങ് നോക്ക്. സാംസൺ കെപ്റ്റ് ഡൗട്ടിങ് മൈസെൽഫ്, കെപ്റ്റ് തിങ്കിങ് ക്യാൻ ഐ മേക്ക് ഇറ്റ്. ദിസ് ഇസ് അൺബിലീവബിൾ. എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നി? അതായത് ഈ സച്ചിനെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റാർ വേണമായിരുന്നു. കോഹ്ലി വന്നു, ധോണി വന്നു, അല്ലെങ്കിൽ ധോണി വന്നു, കോഹ്ലി വന്നു. അതിനുശേഷം ആരെങ്കിലും വേണം. അതിനവർ ബുംറേനെ പ്ലേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്നില്ല. സഞ്ജുവിനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഫാൻസ്. ഒരു പോസ്റ്റ് ഇട്ട ഏത് ആൾക്കാരിട്ടാലും സഞ്ജു കളിക്കുന്നില്ലെങ്കിൽ പോലും സഞ്ജുവിൻ്റെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഇട്ടാലാണ് റീച്ച് കിട്ടുന്നത്. അപ്പം ഇന്നിങ്ങനെ ഒരു കളി കളിച്ച് സഞ്ജു നിൽക്കുമ്പോൾ സഞ്ജുവിനെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർക്ക് എന്തോ ഒരു മടിയാണ്. അത് സഞ്ജു മലയാളി ആയതുകൊണ്ടാണോ, ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ, ഇതിനു മുന്നേ കളിച്ച പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ടാണോ, ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നി. ഇന്ത്യൻ എക്സ്പ്രസ് കുറച്ച് മോശമായി പോയിട്ടോ. നിങ്ങൾ എന്താ തോന്നുന്നത്?